ഹരി ഓം. 59ാമത്തെ സ്തുതി ഇന്ദ്രസ്തുതി ഗോവിന്ദ അഭിഷേകം. ഇത് ഭാഗവതത്തിൽ 10ാമത്തെ സ്കന്ധം 27ാമത്തെ അധ്യായം 4 മുതൽ 13 പിന്നെ 22 മുതൽ 28 വരെ ശ്ലോകങ്ങൾ. ഗോവർദ്ധനം പൊക്കിപ്പിടിച്ച് തൻ്റെ അതിക്രമത്തിൽ നിന്നും ഗോകുലത്തെ കൃഷ്ണൻ സംരക്ഷിച്ചത് കണ്ട് ഇന്ദ്രൻ കാമധേനുവുമൊത്ത് ഭഗവാന്റെ സന്നിധിയിലെത്തി. ഏകാന്ത സ്ഥലത്ത് കൃഷ്ണനെ കണ്ട് ഇന്ദ്രൻ തൻ്റെ മിന്നുന്ന കിരീടം ആ പാദങ്ങളിൽ മുട്ടുന്ന വിധം നമസ്കരിച്ചു. തൻ്റെ ഗർവം വിട്ട് ഇന്ദ്രൻ ശ്രീകൃഷ്ണനെ സ്തുതിച്ചു. സ്തുതി കേൾക്കാം. ഇന്ദ്ര ഉവാച വിശുദ്ധസത്വം തവ ധാമ ശാന്തം തപോമയം ധുസ്തരജസ്തമസ്കം മഹാമയോയം ഗുണസംപ്രവാഹോ ന വിദ്യത്തെ ഗ്രഹണാനുബന്ധഃ കുതോനു തദ്ദേ തവ ഈശ തത്കൃത ലോഭാദയോ യേ ബുധലിംഗഭാവാഃ തഥാപി ദണ്ഡം ഭഗവാൻ ബിഭർത്തി ധർമ്മസ്യ ഗുപ്തൈഖലനിഗ്രഹായ പിതാ ഗുരുസ്ത്വം ജഗതാമധീശോ ദുരത്യയകാല ഉപാത്തദണ്ഡഃ ഹിതായ സ്വേച്ഛാതനുഭിः സമീഹസേ മാനം വിധുന്വൻ ജഗദീശമാനിനാം യേ മദ്വിധാജ്ഞാ ജഗദീശമാനിനസ്ത്വാം വീക്ഷകാലേ ഭയമാശു തന്മദം ഹിത്വാര്യമാർഗം പ്രഭജന്ത്യപസ്മയാ ഇഹാഖലാനാമപി തേനുശാസനം സത്വം മമൈശ്വര്യമദപ്ലുതസ്യ കൃതാഗസസ്തേ വിദുഷപ്രഭാവം ഛന്തും പ്രബോധാർഹസി മൂഢചേതസോ മൈവം പുനർഭൂന്മതിരീശ മേ സദീ തവാവതാരോയമധോക്ഷജേഹ സ്വയംഭരാണാമുരുഭാരജന്മനാം ചമൂപതീനാമഭവായ ദേവ ഭവായ യുഷ്മച്ചരണാനുവർത്തിനാം നമസ്തുഭ്യം ഭഗവതേ പുരുഷായ മഹാത്മനെ വാസുദേവായ കൃഷ്ണായ സാത്വതാംപതയേ നമഃ സ്വച്ഛന്തോപാത്തദേഹായ വിശുദ്ധജ്ഞാനമൂർത്തയേ സർവസ്മൈ സർവബീജായ സർവഭൂതാത്മനേ നമഃ മയേദം ഭഗവൻ ഗോഷ്ടനാശായ സാരവായുഭിഃ ചേഷ്ടിതം വിഹതേ യജ്ഞേ മാനിനാ തീവ്രമന്യുന ത്വയേശാനുഗ്രഹീതോസ്മി ധ്വസ്തസ്തംഭോ വൃതോദ്യമ ഈശ്വരം ഗുരുമാത്മാനം ത്വാമഹം ശരണം ഗതഃ. ശ്രീകൃഷ്ണനെ സ്തുതിച്ച് രജസ്തമോബന്ധം അറ്റ് തപോമയവും സുശാന്തവുമായ സ്വരൂപം ധരിച്ച് അങ്ങേക്ക് അജ്ഞാനാകൃതമായ പ്രാകൃത സംസാരമില്ല. അങ്ങയുടെ മാഹാത്മ്യമറിയാതെ ഞാൻ ചെയ്തുപോയ അപരാധം പൊറുത്തുകൊള്ളേണമേ. ഈ വിധം ദുർബുദ്ധി എനിക്കിനി തോന്നാതിരിക്കുകയും വേണം. വാസുദേവനായി യദുനാഥനായി പരമാനന്ദ സ്വരൂപനായിരിക്കുന്ന ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം. ഗോകുലം നശിപ്പിക്കാൻ ശ്രമിച്ചെന്നുള്ള ഒരു കുറ്റം ഞാൻ ചെയ്തുപോയി. ഗുരുവായി നമസ്തേശ്വരനായിരിക്കുന്ന അങ്ങയെ ഞാൻ ശരണം പ്രാപിക്കുന്നു. ഇങ്ങനെ സ്തുതിച്ച ഇന്ദ്രനോട് ഭഗവാൻ പറഞ്ഞു, സ്വർഗത്തിലെ ഐശ്വര്യം മൂലം ലോകേശനായ എന്നെ മറക്കാതിരിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. അതിനായി നിന്റെ യാഗം മുടക്കി ആരെയെങ്കിലും അനുഗ്രഹിപ്പാൻ ഞാൻ തീരുമാനിച്ചാൽ അവനെ സമ്പത്തിൽ നിന്നൊഴിവാക്കും.
ഗർവം വിട്ട് അധികാരം പ്രയോഗിക്കാനായി. ഇന്ദ്ര, ഇപ്പോൾ പോയിക്കൊള്ളുക. അപ്പോൾ കാമധേനു വന്ന് ഗോപവേഷം ധരിച്ച മുകുന്ദനെ വണങ്ങി. എന്നിട്ട് പറഞ്ഞു, സുരഭിരുവാച കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ വിശ്വാത്മൻ വിശ്വസംഭവ ഭവതാ ലോകനാഥേന സനാഥാ വയമച്യുത ത്വം ന പരമകം ദൈവം ത്വം ന ഇന്ദ്രോ ജഗത്പദേ ഭവായ ഭവഗോ വിപ്രദേവാനാം യേ ച സാധവഃ ഇന്ദ്രം നസ്ത്വഭിഷേക്ഷ്യാമോ ബ്രഹ്മണാനോതിതാ വയം അവതീർണോതി വിശ്വാത്മൻ ഭൂമിർഭാരാവനുത്തയേ. ശ്രീശുക ഉവാച ഏവം കൃഷ്ണമുപാമന്ത്ര്യ സുരഭിപയസാത്മനഃ ജലൈരാകാശഗംഗായ ഐരാവതകരോധൃതൈഃ ഇന്ദ്രസുരർഷിഭിः സാകം നോദിതോ ദേവമാതൃഭിः അഭ്യഷിഞ്ച ദദാശാർഹം ഗോവിന്ദ ഇതി ചാഭ്യതാത്. തത്രാഗതാസ്തംബുരുനാരദാദയോ ഗന്ധർവവിദ്യാധരസിദ്ധചാരണാഃ ജഗുർയശോ ലോകമലാപഹം ഹരേ സുരാംഗനാസം നതൃതുർമുദാന്വിതാഃ തന്തുഷ്ടോർദേവനികായ കേതവോ വ്യവാകിരംശ്ചാദ്ഭുതപുഷ്പവൃഷ്ടിഭിः ലോകാപരാം നിർവൃതിമാപ്നുവം സ്ത്രയോ ഗാവസ്തദാഗാമനയൻ പയോധൃതാ നാനാരസൗഖാസരിതോ വൃക്ഷാസന്മധുസ്രവാः അകൃഷ്ടചപ്യൗഷധയോ ഗിരയോ ബിഭ്രതുന്മണീൻ കൃഷ്ണേഭിഷിക്തയേതാനി സത്വാനി ഗുരുനന്ദന നിർവൈരണ്യഭവംസ്താത ക്രൂരാണ്യപി നിസർഗതഃ ഇതി ഗോകുലപതിം ഗോവിന്ദമഭിഷിച്യ സഹ അനുജ്ഞാതോ യയോ ശക്രോ വൃതോ ദേവാദിഭിർദിവം. മഹായോഗിയായ കൃഷ്ണ, ഗോക്കളായ ഞങ്ങൾ ഭവാനാൽ സനാഥരായി. ഗോവിപ്രവൃന്ദത്തിൻ്റെ ക്ഷേമത്തിനായി ഗോക്കളുടെ ഇന്ദ്രസ്ഥാനം അങ്ങ് സ്വീകരിക്കണം. ബ്രഹ്മാവ് പ്രേരിപ്പിച്ചതിനാൽ ഞങ്ങൾ വന്നതാണ്. ഇങ്ങനെ പറഞ്ഞ് കാമധേനു സ്വന്തം പാലുകൊണ്ട് കൃഷ്ണനെ അഭിഷേകം ചെയ്തു. ഐരാവതം തുമ്പിക്കൈയിൽ ഗംഗാജലം എടുത്ത് അഭിഷേകം ചെയ്തു. ഇന്ദ്രൻ കൃഷ്ണന് ഗോവിന്ദനാമം നൽകി. നാരദാദ്യാരായ മുനിവാർ വന്ന് ശ്രീകൃഷ്ണ കഥ ഗാനം ചെയ്തു. ദേവസ്ത്രീകൾ നൃത്തം ചെയ്ത് ദേവന്മാർ സ്തുതിച്ചു. ലോകത്രയം സൗഖ്യനിർവൃതിയാർന്ന് പരമാനന്ദം പൂണ്ടു. കാമധേനുവിൻ്റെ പാൽ ഭൂമിയിൽ പരന്നൊഴുകി. സസ്യങ്ങളെല്ലാം ഫലഭൂയിഷ്ടമായി. ഈ വിധം ഗോകുലപതിയായ മുകുന്ദനെ ഗോവിന്ദനായി അഭിഷേകം ചെയ്തു. അതിനുശേഷം ഭഗവാന്റെ അനുജ്ഞയോടെ ഇന്ദ്രൻ ദേവന്മാരോടൊത്ത് മടങ്ങിപ്പോയി. ഓം നമോ ഭഗവതേ വാസുദേവായ.